വിശുദ്ധ യോഹന്നാൻ സുവിശേഷകന്റെ 14-ാം അധ്യായം 15-ാം വാക്യത്തിൽ കൂടി ഈശോ നമ്മോട് ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. സഹോദരരെ, സ്നേഹം പ്രായോഗികമാക്കപ്പെടുന്നത് സ്നേഹിക്കുന്ന വ്യക്തികളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുമ്പോഴും അനുസരിക്കുമ്പോഴും ബഹുമാനിക്കുമ്പോഴുമാണ്. സ്നേഹം ജീവിക്കുന്നത് ആത്മാർത്ഥമായ പ്രകടനങ്ങളിലൂടെയും അനുസരണയുള്ള പ്രവൃത്തികളിലൂടെയുമാണ്. അങ്ങനെയുള്ളവർക്കാണ് പരിശുദ്ധാത്മാവ് വാഗ്ദാനമായി നൽകപ്പെടുന്നത്. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ മാതൃകയും സാക്ഷിയുമായി നിൽക്കുന്നത് പിതാവിനാൽ സ്നേഹത്താൽ ഒന്നായിരിക്കുന്ന ഈശോ തന്നെയാണ്. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: ദൈവത്തിന്റെ രൂപത്തിലായിരുന്നുവെങ്കിലും ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യന്റെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനായി കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശ് മരണം വരെ അനുസരണയുള്ളവനായി തന്നെ താഴ്ത്തി. സ്നേഹം അതായിരുന്നു ആ അനുസരണയുടെ മാനദണ്ഡം. പരാതികളും ഭയവും കൂടാതെ മറ്റുള്ളവരെ അനുസരിക്കുമ്പോഴും ബഹുമാനിക്കുമ്പോഴും ഈ മാതൃക തന്നെയാണ് നമ്മുടെയും ജീവിതത്തിന്റെ അടിസ്ഥാനം. എല്ലാറ്റിനെയും സ്നേഹത്താൽ ഒന്നിപ്പിക്കുന്ന ഞങ്ങളുടെ സഹായകനായ പരിശുദ്ധാത്മാവെ, അങ്ങയുടെ 7 വിശുദ്ധ ദാനങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ സത്യാത്മാവിനാൽ നയിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് ആശംസിക്കാം.